CPM-ലെ അസംതൃപ്തർ പിണറായിക്കെതിരെ അണിനിരക്കുകയാണോ? CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പിന്തുണ ഇവർക്കുണ്ടോ? കേരളം കാത്തിരിക്കുന്നത് ഈ വലിയ മാറ്റത്തിനാണ്. കഴിഞ്ഞ ദിവസം G സുധാകരൻ ഈ കണ്ടമിടറി പറഞ്ഞ ആ സംഭവ കഥ പിണറായി ഭക്തർ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ആ കഥ ഇതാണ്. സഹോദരനായ G ഭുവനേശ്വരൻ ആക്രമിക്കപ്പെട്ട് ആശുപത്രിയിലായിട്ടും പിന്നീട് മരണപ്പെട്ടിട്ടും പാർട്ടിയിൽ നിന്ന് ഒരു സഹായവും ലഭിച്ചില്ല എന്ന CPM മുൻ നേതാവ് G സുധാകരൻ തുറന്നടിക്കുകയായിരുന്നു. കേസ് നടത്താൻ ആരും പൈസ തന്നില്ല, രക്തസാക്ഷി ഫണ്ടും പിരിച്ചില്ല, വീട്ടിലെ ആനിലി മരം വെട്ടിവിറ്റാണ് കേസ് നടത്തിയത്. ഇടത് സർക്കാർ ഭരിച്ചിട്ടും അന്ന് കേസിൽ അപ്പീല് പോയില്ലെന്നും G സുധാകരൻ പറയുകയാണ്. അരുജൻ ഭുവനേശ്വരനെ കൊലപ്പെടുത്തിയ കോൺഗ്രസിലേക്ക് പോകുന്നു എന്നാണ് ആക്ഷേപം. അവർക്ക് ഭുവനേശ്വരനെ അറിയാമോ? ഞാനും കുടുംബവും അനുഭവിച്ച വിഷമം എന്താണെന്നറിയാമോ? SFI യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന അവൻ പന്തളം NSS കോളേജിലെ BA എക്കണോമിക്സ് 2ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു. രാവിലെ ക്ലാസ്സിലിരിക്കുകയായിരുന്നു. പുറത്ത് സംഘർഷം നടക്കുന്നതായി SFIക്കാർ വന്ന് അവനോട് പറയുന്നു. പോകണ്ടെന്ന് അധ്യാപകർ പറഞ്ഞു. പക്ഷേ യൂണിറ്റ് സെക്രട്ടറി ആയതുകൊണ്ട് പോയേ തീരൂ. പ്രിൻസിപ്പലിന്റെ ഓഫീസിന് മുന്നിലായിരുന്നു സംഘർഷം. KSU DSU പ്രവർത്തകർ സൈക്കിൾ ചെയിൻ കൊണ്ട് അടിച്ചു. അവൻ കരഞ്ഞുകൊണ്ട് സ്റ്റാഫ് റൂമിൽ ചെന്നിരുന്നു. KSUക്കാർ ഓടിച്ച SFIക്കാർ അതുവഴി ഓടി വന്നു. അവനെ ശ്രദ്ധിക്കാതെ ജനൽ ചാടിപ്പോയി. പിന്നാലെ വന്ന KSUക്കാർ ഭുവനേശ്വരനെ കാലിൽ വാരി നിലത്തടിച്ചു. തലച്ചോറ് തകർന്നു. അതോടെ ശബ്ദം പോയി, ശ്വാസം മാത്രമായി. കുളനട ആശുപത്രിയിൽ കൊണ്ടുപോയി. MLA സ്ഥലത്തു വന്നു. മാവേലിക്കര താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ഉണ്ടായിരുന്നത്. പരിക്കേറ്റതായാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ബസ്സിൽ വീട്ടിൽ പോയി. വീട്ടിൽ കാര്യം പറഞ്ഞില്ല. മാവേലിക്കരയിലേക്ക് ബസ്സിൽ പോയി. അവിടെ എത്തിയപ്പോൾ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയിരുന്നു. ആലപ്പുഴയിലെത്തിയപ്പോൾ അവന് ശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 5 ദിവസത്തിന് ശേഷം, അതായത് 1977 ഡിസംബർ 7-ന് അവൻ മരിച്ചു. ഞാനാണ് ആശുപത്രിയിൽ നിന്നത്. ആരെയും അവിടെ കണ്ടില്ല. കരിമുളയ്ക്കൽ കശുവണ്ടി ഫാക്ടറിയുടെ സ്ഥലത്ത് സംസ്കരിക്കണമെന്ന പാർട്ടി പറഞ്ഞു. മൃതദേഹം പാർട്ടിക്ക് വിട്ടുകൊടുത്തു. അവിടെയാണ് അടക്കിയത്. കേസ് വന്നു. 33 സാക്ഷികൾ. കേസ് നടത്തി. ഒരു പൈസയും ആരും തന്നില്ല. ആനിലി വെട്ടിവിറ്റാണ് കുടുംബം കേസ് നടത്തിയത്. ഞങ്ങൾ പരാതിയും പറഞ്ഞില്ല. ഒരു ഫണ്ടും പാർട്ടി പിരിച്ചില്ല. അന്ന് കഷ്ടപ്പാടുള്ള കാലമാണ്. എനിക്ക് ജോലിയില്ല. അതാണ് ഭുവനേശ്വരന്റെ ചരിത്രം. തമിഴ്നാട്ടിലും ബംഗാളിലും കോൺഗ്രസുമായി CPM സഖ്യം ഉണ്ടാക്കിയില്ലേ? ഇത് രാഷ്ട്രീയമാണ്. എന്നെ കണ്ടാണ് സഹോദരൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. അവന്റെ കേസ് തോറ്റു. പോലീസാണ് 1ാം പ്രതി എന്നും കോടതി പറഞ്ഞു. അപ്പീല് കൊടുക്കാൻ ആരും സഹായിച്ചില്ല. ഇടത് സർക്കാർ ഭരിക്കുന്ന കാലമാണ്. TK രാമകൃഷ്ണനാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രി. അപ്പീൽ പോയില്ല. VS പറഞ്ഞിട്ടാണ് അവസാനം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെച്ചത്. ഇതാണ് ഭുവനേശ്വരന്റെ ചരിത്രം. ഭുവനേശ്വരന്റെ പേരിൽ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ SFIക്കാർ അത് മറന്നു. പൈസ കൊടുക്കുന്നില്ല. പന്തളത്ത് ഒരു പട്ടി ചത്താൽ രക്തസാക്ഷിയാകുമോ എന്നാണ് പഴയ ഒരു SFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂട്ടുകാരുമൊത്ത് പാടിയത്. നല്ല കണ്ടീഷനിലല്ല പാടിയത്. G സുധാകരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരന്റെ കണ്ണീരിൽ കുതിർന്ന വാക്കുകളാണിത്. മുൻ മന്ത്രി G സുധാകരനെതിരെ CPM എന്തിനാണ് നടപടിയെടുത്തത്? സുധാകരന്റെ ഇറങ്ങിപ്പോക്ക് പുതിയ CPMന്റെ പിറവിക്ക് കാരണമാകുമ്പോൾ സമൂഹ മാധ്യമങ്ങൾ സുധാകരന് പിന്നിൽ അണിനിരക്കുകയാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായാൽ അതിനെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങുകയാണ് UDF. അമ്പലപ്പുഴയിൽ CPM ജയിച്ചെങ്കിലും സുധാകരനെ ഇല്ലാതാക്കാനാണ് CPMന്റെ ശ്രമം. സലാമിന് പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയില്ലെന്നായിരുന്നു CPMന്റെ മുറുമുറുപ്പ്. 11,125 വോട്ടാണ് സലാമിന് കിട്ടിയതെന്ന് ഓർമ്മ വേണം. 2016-ൽ സുധാകരന് കിട്ടിയ ഭൂരിപക്ഷം 23,000 വോട്ടാണ്. അത് സുധാകരനാണ്, ഇത് സലാമും. സലാം അമ്പലപ്പുഴയ്ക്ക് യോജിച്ച സ്ഥാനാർത്ഥിയല്ലെന്ന് അദ്ദേഹത്തെ മത്സരിപ്പിച്ചപ്പോൾ തന്നെ അഭിപ്രായം ഉയർന്നതാണ്. എന്നാൽ ഇടതുമുന്നണി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി. സുധാകരനും ഒട്ടും കുറച്ചില്ല. എന്നാൽ സീറ്റ് കിട്ടാത്തതിന്റെ സ്വാഭാവിക വിഷമം ഈ സുധാകരനുണ്ടായിരുന്നു. എന്നിട്ടും സുധാകരന് എതിരെയാണ് CPM സംസാരിച്ചത്. എന്തുകൊണ്ടാണ് സുധാകരനെതിരെ CPM സംസാരിച്ചത്? സുധാകരൻ അച്ചടക്കമുള്ള പാർട്ടി നേതാവായിരുന്നു. അദ്ദേഹം പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല. ആർക്കും അദ്ദേഹത്തെക്കുറിച്ച് ഒരു പരാതിയുമില്ല. എന്നിട്ടും പാർട്ടിക്ക് അദ്ദേഹം അനഭിതനായിരുന്നു. ഇവിടെയാണ് 1ാം പിണറായി സർക്കാരിനെയും ഉയർന്ന അഴിമതി ആരോപണങ്ങൾ പ്രസക്തമാകുന്നത്. പൊതുമരാമത്ത് വകുപ്പിലാണ് താരതമ്യേന അഴിമതി കുറഞ്ഞിരിക്കുന്നത്. എന്നാൽ പൊതുമരാമത്ത് വകുപ്പിൽ മന്ത്രി അറിയാതെ അഴിമതി നടന്നിരുന്നു. അത് കിഫ്ബി വഴിയാണ് നടത്തിയത്. അതിൽ സുധാകരൻ അസ്വസ്ഥനായിരുന്നു. അതുകൊണ്ടാണ് സുധാകരൻ തോമസ് ഐസക്കുമായി കൊമ്പ് കോർത്തത്.
ഊരാളുങ്കൽ എന്ന പാർട്ടി കമ്പനിക്ക് വഴിവിട്ട് കരാർ നൽകുന്നതിനെ സുധാകരൻ എന്നും എതിർത്തിരുന്നു. ഇത് CPM-നെ നിരന്തരം അസ്വസ്ഥരാക്കി. സുധാകരന്റെ അനുഭവം ആവർത്തിക്കാതിരിക്കാനാണ് രണ്ടാം വട്ട പൊതുമരാമത്ത് വകുപ്പ് CPM വിശ്വസ്തരെ ഏൽപ്പിച്ചത്. സുധാകരന് സീറ്റ് നൽകിയതുമില്ല. ഇത്തരത്തിൽ തീർത്തും ദുഃഖിതനായ തന്നെ ആരോപണങ്ങൾ ഉയർത്തി വീണ്ടും വേദനിപ്പിക്കരുത് എന്ന് G. സുധാകരൻ പറഞ്ഞത് ഇതുകൊണ്ടാണ്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനം സംബന്ധിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ നന്നായി കൊടുത്ത മാധ്യമങ്ങൾക്ക് അഭിനന്ദനമെന്നും സുധാകരൻ പറഞ്ഞു. CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ G. സുധാകരനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. ആരോപണങ്ങൾ പാർട്ടി പരിശോധിച്ചോളും, അവയെക്കുറിച്ച് വീണ്ടും ചോദിച്ച് വേദനിപ്പിക്കരുത്, പത്രവാർത്തകളുടെ കൂടുതൽ പ്രതികരിക്കാനില്ല എന്നും അത് ശരിയല്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ പാർട്ടി സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി M. വിജയരാഘവന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ കമ്മിറ്റിയിൽ മുൻ മന്ത്രി G. സുധാകരനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. അമ്പലപ്പുഴ മണ്ഡലത്തിൽ സുധാകരന്റെ പ്രവർത്തനം അനുകൂലമായിരുന്നില്ലെന്നായിരുന്നു പൊതുവികാരം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സുധാകരൻ സജീവമായിരുന്നില്ലെന്നും വിമർശനപരമായ പ്രസ്താവനകൾ നടത്തിയെന്നും ചില അംഗങ്ങൾ ഉന്നയിച്ചു. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അറിയാത്ത സുധാകരനെതിരെ ജില്ലാ കമ്മിറ്റി രംഗത്തെത്തില്ല.